കെമിസ്ട്രി നമ്മളുടെ സാർ ഇടുന്ന ടൈപ്പ് മോഡൽ പേപ്പർ തന്നെയായിരുന്നു. അതെ അതെ 20 മിനിറ്റ് 30 മിനിറ്റ് ആണ് ചെയ്ത് അതിൻ്റെ മാത്സിലേക്ക് പോകും. അതാണ് എൻ്റെ മെയിൻ സ്ട്രാറ്റജി. ഞാൻ മാത്സിലേക്ക് പോയി. മാത്സ് ഭയങ്കര ലെങ്തി ആയിരുന്നു. പിന്നെ ഇടയിലിടയിൽ സ്റ്റക്ക് ആവാൻ തുടങ്ങി. എൻ്റെ അനിയന് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൻ ഭയങ്കര ലുക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നെ. അവൻ ഇങ്ങനെ 99.5 മുകളിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാം. 99.9 കിട്ടിയപ്പോൾ ഭയങ്കര പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ചെറിയൊരു പൈസ. ഏത് രീതിയിൽ പോയപ്പോഴായിരിക്കും ഇത്ര മാർക്ക് കിട്ടിയെന്ന് ഇവിടെ നിന്ന് ഇത് മോഡൽ ഒരു റീസൺ ആണ്. പിന്നെ PYQ നോക്ക് കഴിഞ്ഞ വർഷത്തൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് എഴുതുന്ന മാത്രമല്ല അത് അനലൈസും ചെയ്യണം നല്ലോണം. കെമിസ്ട്രി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാറ് ത്രൂ ഔട്ട്. എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു ഇവിടെ തുടങ്ങുമ്പോൾ. വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ആണ്. ഓക്കെ, അത് ഭയങ്കര ഹൈലൈറ്റ് തന്നെയാണ്. കാര്യം ഇവിടെ വന്നപ്പോൾ വൺ ഓഫ് ദ വീക്കസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടുന്ന് അല്ലെങ്കിൽ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ ജെയിമിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് പോകുന്നത് അല്ലേ? നല്ല മാർക്ക് കിട്ടിയാലും സാറ് ഉണ്ടാവും, കുറവ് മാർക്ക് കിട്ടിയാലും സാറുണ്ടാവും, എപ്പോഴും സാറുണ്ടാവും. അപ്പൊ ആ ഒരു സപ്പോർട്ടൊക്കെ ആണ് ഇപ്പൊ ത്രൂ ഔട്ട് ഈ ഒരു മാർക്കിന്റെ ഒരുപാട് മോന്റെ ഹാർഡ് വർക്ക്, മോന്റെ കൺസിസ്റ്റൻസി എല്ലാത്തിന്റെയും കൂടെ ഇവിടെ ഉള്ളവരുടെ സപ്പോർട്ടും കൂടി ആയപ്പോഴത്തേക്കും ഓക്കെ, ഈ മാർക്ക് സെറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വരുൺ രാകേഷ് ആണ്. വരുണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ 2026 ജെഇ ഫസ്റ്റ് സെഷന്റെ പെർസെന്റൈൽ സ്കോർ വന്നപ്പോൾ 99.9% സ്കോർ ആണ് വരുൺ കരസ്ഥമാക്കിയിരിക്കുന്നത്. ബെർലിനിലെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് നല്ല അടിപൊളി സ്കോർ കരസ്ഥമായത്. അതിലൊരു മിടുമിടുക്കനാണ് ഇതായിരിക്കുന്നത്. ആൻഡ് കൺഗ്രാജുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. യെസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരണേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. മോനൊന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാവോ? എൻ്റെ പേര് വരുൺ. ഞാൻ കാലിക്കറ്റ് നിന്ന് വരുന്നു. പിന്നെ ഇവിടെ ഏത് ബാച്ചിലാണ്? ഇവിടെ ഞാൻ I12 ആണ് പഠിക്കുന്നത്. I12 ഓക്കെ. വീട്ടിലായിരിക്കല്ലേ? വീട്ടില് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അനിയനും ഉണ്ട്. ഓക്കെ. അച്ഛൻ്റെ അമ്മയുടെ അനിയന്റെ ഒക്കെ ഒന്ന് പേരൊക്കെ ഒന്ന് പറയോ? അച്ഛൻ്റെ പേര് രാകേഷ്, അമ്മേന്റെ പേര് വിജിന. രണ്ടുപേരും പ്രൊഫസേഴ്സ് ആണ്. പിന്നെ എൻ്റെ അനിയൻ കിരൺ, അവൻ 9ൽ പഠിക്കുന്നു. യെസ്. അപ്പോ രണ്ട് പ്രൊഫസേഴ്സിന്റെ മകൻ എഞ്ചിനീയർ. അപ്പൊ എന്താണ് അങ്ങനെ ഒരു വന്ന മോൻ എപ്പോഴ തൊട്ടാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് താല്പര്യം വന്നത് എപ്പോഴാ? അല്ല, എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമില്ല. പക്ഷെ മാത്സ്, ഫിസിക്സ് അത് രണ്ടാണ് മെയിനായിട്ട് ഇഷ്ടമാണ്. അപ്പൊ അതിലായിരുന്നു പണ്ട് തൊട്ടേ മാർക്ക് സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത്. പണ്ട് തൊട്ടേ അതായിരുന്നു. അപ്പോഴാണോ എന്നാ പിന്നെ വൈ നോട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്നുള്ളൊരു ഒരു ഇത് വന്നേ? ഇത് രണ്ടും മെയിനായിട്ട് ഇന്റർലിങ്ക് ആവുന്നത് ഇതിലാണ്, എഞ്ചിനീയറിംഗിലാണല്ലോ വേറെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു അല്ലേ? യെസ്. അപ്പൊ ഈ മാർക്ക് ഇവിടെ വന്ന് പഠിച്ചു, മാർക്ക് ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നു? റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? റിസൾട്ട് അറിഞ്ഞപ്പോ ഹാപ്പി ആയിരുന്നു. വേറെ എക്സ്പ്രഷൻ ഒന്നുമില്ല, ഹാപ്പി ആയിരുന്നു. എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ മാർക്ക്? ഇത്തിരി ഒരു പേടി ഉണ്ടായിരുന്നു, ബോർഡർ ലൈൻ ആവുമെന്ന്. ഭാഗ്യത്തിന് അത് ആ എക്സാമിന്റെ ഒരു ഇത് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഇത്തവണ 2026 എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ കണ്ടുവന്നിരുന്ന ട്രെൻഡിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് വന്നു അല്ലെ? ആ ഒരു ചേഞ്ച് വന്ന് കഴിഞ്ഞപ്പോഴാണോ ഒരു ചെറിയ ടെൻഷൻ വന്ന ഈ പ്രതീക്ഷയുള്ള മാർക്ക് കിട്ടും എന്തായിരിക്കും എന്നുള്ള ഒരു തോന്നൽ വന്ന അപ്പോഴാണോ? അപ്പോഴല്ല, എക്സാം എഴുതി കഴിഞ്ഞപ്പോ തന്നെ. പിന്നെ മാർക്ക് വന്നപ്പോ പിന്നെ ഇങ്ങനെ കുറെ റിവ്യൂ ഒക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേൾക്കരുത് കേട്ടല്ലോ. നിങ്ങൾക്കുള്ള ബാക്കി ഇനി എക്സാം, ഇനി ജെഇ സെഷൻ 2 എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഒരു ഇതാണ് വന്നത്. എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നല്ലേ? യെസ്. ഓക്കെ. അപ്പൊ മോന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അന്ന് എക്സാം എഴുതാൻ പോയി. ഫസ്റ്റ് കെമിസ്ട്രിയിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? കെമിസ്ട്രി കണ്ടപ്പോ എന്തായിരുന്നു? കെമിസ്ട്രി നമ്മളുടെ സാർ ഇടുന്ന ടൈപ്പ് മോഡൽ പേപ്പർ തന്നെയായിരുന്നു. ഏകദേശം അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ. അപ്പം കാര്യം എല്ലാരും ചെറിയൊരു ട്രെൻഡ് ചേഞ്ച് വന്നായിരുന്നു. നമ്മൾ പ്രതീക്ഷ പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇടയിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് മോന് പറഞ്ഞത്. ഇവിടുത്തെ പ്രാക്ടീസ്, നമ്മളിവിടെ എല്ലാ രീതിയിലുള്ള പ്രാക്ടീസും കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ബ്രില്യൻറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് ഞെട്ടേണ്ട ആവശ്യം, നമ്മുടെ സ്റ്റുഡൻസ് ആരും ഞെട്ടി എന്നല്ല, അവർ പറഞ്ഞ് ട്രെൻഡ് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്ത് പരിചയമുള്ള അല്ലെ? അതുപോലെ തന്നെ വരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഹെൽപ്ഫുൾ ആയോ? കെമിസ്ട്രി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കെമിസ്ട്രി സാധാരണ 30-35 മിനിറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ എടുത്തു. പിന്നെ ഫിസിക്സിലേക്ക് പോയി. ഫിസിക്സും നല്ല ഈസി ആയിരുന്നു. അപ്പോൾ 20 മിനിറ്റ് 30 മിനിറ്റ് ആണ് ചെയ്ത് അതിൻ്റെ മാത്സിലേക്ക് പോകും. അതാണ് എൻ്റെ മെയിൻ സ്ട്രാറ്റജി. ഞാൻ മാത്സിലേക്ക് പോയി. മാത്സ് ഭയങ്കര ലെങ്തി ആയിരുന്നു.
പിന്നെ ഇടയിലിടയിൽ സ്റ്റക്ക് ആവാൻ തുടങ്ങി, റീസെറ്റ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മാത്സ് ഒരു 15-16 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഫിസിക്സിലേക്ക് സ്വിച്ച് ചെയ്തു. ഫിസിക്സ് ബാക്കി ചെയ്തു, പിന്നെ മാത്സിലേക്ക് വന്നു. അപ്പോൾ ഒരു ടൈമിന്റെ കുഴപ്പമുണ്ടായിരുന്നു. പൊതുവെ അങ്ങനെ സ്വിച്ചിങ് ചെയ്യുമ്പോഴത്തേക്കും മോനൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാറുണ്ടോ? മോന്റെ കംഫർട്ടബിൾ സോൺ അതാണോ ഈ സ്വിച്ച് ചെയ്യുന്ന? നോർമലി ഞാൻ അങ്ങനെ കേട്ടില്ല, ഒരു സബ്ജക്ട് തുടങ്ങിയാൽ അതെങ്ങനെങ്കിലും തീർത്തേച്ച് അടുത്തേക്ക് പോകുന്നത്, ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്നുള്ളൊരു ഇതാണ് പൊതുവെ. പക്ഷെ മോൻ അങ്ങനെയല്ല, ഡിഫറെന്റ് ആണെന്നല്ലേ? അല്ല, ഞാൻ എന്താ പറയാ, ഞാൻ മോക്സിലൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഒരു സബ്ജക്ട് ലാസ്റ്റത്തേക്ക് വിട്ടാൽ പാനിക് ആവും. അതുകൊണ്ട് എല്ലാം ഒത്തിരിയെങ്കിലും ചെയ്തു വെക്കാനുള്ള ഒരു ബോറടി മാറ്റാൻ വേണ്ടി മാക്സിമം ഇടയ്ക്ക് ഫിസിക്സ് ചാടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ചാട്ടല്ല, ഫിസിക്സ് ഒരു പരിധി വരെ ചെയ്യും, സേഫ് ആക്കും. അത് കഴിഞ്ഞിട്ട് മാത്സും ഒരു പരിധി വരെ ചെയ്യും, സേഫ് ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സ് ബാക്കി ചെയ്യും, മാത്സ് ബാക്കി ചെയ്യും. അപ്പൊ ആ ഒരു ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സബ്ജക്ട് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ? മോൻ അതിന്റെ ഒരു ഗുണം പേഴ്സണലി ഫീൽ ചെയ്ത് എന്താ അങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്യുമ്പോ? കാര്യം ഇങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അത് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ, എല്ലാ രണ്ട് സബ്ജക്റ്റും. അപ്പം എനിക്ക് ഇതിൽ ഇത്തിരി ധൈര്യത്തോടെ ചെയ്യാൻ പറ്റും. മറ്റേതവിടെ ബാക്കി ഫുള്ള് കിടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഇല്ല. അതുകൊണ്ട് കൂടുതൽ കംഫർട്ടബിൾ ആണത്. ഞാൻ എല്ലാ മോക്കിലും അത് പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കത് നല്ല ഫാമിലിയറുമാണ്. അപ്പൊ ഈ ഒരു മാർക്ക് വന്നപ്പോ ഫാമിലിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു, എന്നെക്കാട്ടും ഹാപ്പി ആയിരുന്നു. എൻ്റെ അനിയൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അനിയൻ പ്രതീക്ഷ ഇത്രക്കാരനെന്ന് ഞാൻ ഓർത്തില്ലാന്നായിരുന്നോ? അല്ലല്ല, അവൻ ഭയങ്കര ലുക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നെ. ഒരു ഇൻസ്പിറേഷൻ, ചേട്ടൻ ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ അനിയന്റെ പ്രതീക്ഷ തെറ്റിക്കാൻ പാടില്ലല്ലോ അല്ലെ? തെറ്റിയില്ല, അനിയന്റെ ആ ഒരു പ്രതീക്ഷ ഒട്ടും തെറ്റിയിട്ടില്ല. എന്തായിരുന്നു അനിയന്റെ അപ്പൊ ഫസ്റ്റ് അനിയനെ എങ്ങനെ വിളിക്കുന്നേ? കിച്ചു. കിച്ചുവിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അവൻ ഇങ്ങനെ 99.5 മുകളിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു നിൽക്കാം. 99.9 കിട്ടിയപ്പോ ഭയങ്കര പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്, ചെറിയൊരു പൈസ. അത് ഇപ്പൊ എന്താ പറയാ, ചെറുതാണെങ്കിലും ചെറിയൊരു മൊട്ടായി ആണല്ലോ, ഒരു ചോക്ലേറ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ഗിഫ്റ്റ് തരാൻ കിച്ചുവിന് തോന്നിയല്ലോ. കിച്ചുവിന്റെ നല്ല ക്ലാപ്പ് ഫോർ ദാറ്റ് അല്ലേ? യെസ്. അപ്പൊ കിച്ചുവിന്റെ ഇൻസ്പിറേഷൻ ചേട്ടനാണ്. മിക്കവാറും കിച്ചു ഇത് കണ്ടിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. താല്പര്യമാണോ കിച്ചുവിന്? അവന് മാത്സ് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ആ ഒരു ഇതിലേക്ക് വേണമെങ്കിൽ നോക്കാം അല്ലേ? വേണമെങ്കിൽ നോക്കാം, നിർബന്ധിക്കുന്നില്ല. ചേട്ടൻ നിർബന്ധിക്കുന്നില്ല? ഇല്ല, അവന്റെ ഇഷ്ടമാണ്. നിർബന്ധിക്കുന്നില്ല, ഇഷ്ടമാണെങ്കിൽ ഗൈഡ് ചെയ്യാം അല്ലേ? യെസ്. അപ്പം മോന്റെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു വേ ഓഫ് സ്റ്റഡീസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അതായത് ഈ ഒരു മാർക്കിലേക്ക് മോനെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? കൂടുതൽ ഏത് രീതിയിൽ പോയപ്പോഴായിരിക്കും ഇത്ര മാർക്ക് കിട്ടിയെന്ന് മോൻ വിശ്വസിക്കുന്നത്? ഇവിടെ മോഡൽ ഒരു റീസൺ ആണ്. പിന്നെ PYQ നോക്ക് കഴിഞ്ഞ വർഷത്തൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് എഴുതുന്ന മാത്രമല്ല, അത് അനലൈസും ചെയ്യണം നല്ലോണം. ഇങ്ങനെ വെറുതെ വിട്ടു പോകുന്നതിന് കാര്യമില്ല. തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ചെയ്ത് നോക്കുക, ശരിയാക്കിയ ക്വസ്റ്റ്യൻസിന് തന്നെ നല്ലൊരു ബെറ്റർ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക, അതൊക്കെ ചെയ്യും. പിന്നെ കെമിസ്ട്രി സാർ എപ്പോഴും പറയും ഇങ്ങനെ NCERT വായിക്കണം, എന്താ പറയുക, വിടാൻ പറ്റില്ല, മാൻഡറ്ററി ആണ്. അതെ, മാൻഡറ്ററി ആണ്. അങ്ങനെ കെമിസ്ട്രി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാറ് ത്രൂ ഔട്ട്. എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു ഇവിടെ തുടങ്ങുമ്പോൾ. വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ആണ്. ഓക്കെ, അത് ഭയങ്കര ഹൈലൈറ്റ് തന്നെയാണ്. കാര്യം ഇവിടെ വന്നപ്പോൾ വൺ ഓഫ് ദ വീക്കസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇപ്പോൾ ഇവിടുന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് അല്ലെങ്കിൽ ജെയിമിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് പോകുന്നത് അല്ലേ? അപ്പം ഫിസിക്സും മാത്സും ഓൾറെഡി ഇഷ്ടമായിരുന്നു. ഇപ്പൊ കെമിസ്ട്രിയിലും ആള് ആ ഒരു എല്ലാം ഈക്വലി ഇത് തന്നെ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ JEE അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ആദ്യം ഇവിടെ വന്നപ്പോൾ JEE അഡ്വാൻസ് ആയിരുന്നല്ലോ, പിന്നെ ഈ 3 മാസത്തേക്ക് മെയിൻസിലേക്ക് സ്വിച്ച് ചെയ്തു, പിന്നെ അഡ്വാൻസിലേക്ക്. ഇനി തിരിച്ചങ്ങോട്ട് സ്വിച്ച് ചെയ്യാം. സ്വിച്ചിങ് ഇത്തിരി ഒരു ട്രാൻസിഷൻ ഇത്തിരി പാടാണ്. പക്ഷെ അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ JEE അഡ്വാൻസ്, അപ്പോൾ ഇത്തിരിയും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഡിലീറ്റഡ് പോർഷൻസ് അതൊക്കെയാണല്ലോ JEE മെയിൻസിന് JEE അഡ്വാൻസിന്റെ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലേ? അതൊക്കെ ഇനി ഒന്നുകൂടെ പോളിഷ് ചെയ്തെടുക്കണം, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ മോൻ ഇവിടുത്തെ ഒരു ഇന്ന കാര്യമാണ് എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എന്ന് പറയാൻ എന്ത് കാര്യമായിരിക്കും? അത് ഓബ്വിയസ്ലി ടീച്ചേഴ്സിന്റെ സപ്പോർട്ടാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും വാർഡൻ ആയാലും ഗോകുൽ സാർ നല്ല അടിപൊളി, എപ്പോഴും ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ സ്റ്റാഫ് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഭയങ്കര നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റിങ്ങിൽ കുഴപ്പമില്ല, നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പെരുമാറും. അപ്പോൾ ഡൗട്ടൊന്നും ചോദിക്കാൻ ഒരു മടിയില്ല.
അങ്ങനെയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒബ്വിയസ്ലി ഹോസ്റ്റലിലെ സാറന്മാര്, വാർഡന്മാര്, ക്ലാസ് ടീച്ചേഴ്സ്, ഇവരൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഓൾറെഡി പറഞ്ഞു അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഗൂഗിൾ സാർ ആയിരുന്നു വാർഡൻ. അപ്പൊ സാറിന്റെ സപ്പോർട്ട്, സാർ ഇതാ ഇവിടെ ഉണ്ട്, സാറ് ആളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പ്രൗഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന്റെയും അതുപോലെ ഹോസ്റ്റലിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു എന്താ പറയാ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഹോസ്റ്റലില് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എപ്പോഴും ഡൗൺ ആയാൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കും, മോട്ടിവേറ്റ് ചെയ്യും, ഓക്കെ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിൽ ഭയങ്കര ഡൗൺ ആവും. പിന്നെ സാർ പിടിക്കാറുണ്ടായിരുന്നു മാർക്ക് പറയുമ്പോഴൊക്കെ? അല്ല, സാറ് സമാധാനിപ്പിക്കാൻ എപ്പോഴും റൂമിൽ വരും ഇങ്ങനെ എക്സാം കഴിയുമ്പോൾ സംസാരിക്കാനൊക്കെ. അത് കഴിയുമ്പോൾ ഇത്തിരിയും കൂടി ഓക്കെ ആവും. പിന്നെ അടുത്തതിന് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും നല്ല മാർക്ക് കിട്ടിയാലും സാറ് ഉണ്ടാവും, കുറവ് മാർക്ക് കിട്ടിയാലും സാറുണ്ടാവും, എപ്പോഴും സാറുണ്ടാവും. അപ്പൊ ആ ഒരു സപ്പോർട്ടൊക്കെയാണ് ഇപ്പൊ ത്രൂ ഔട്ട് ഈ ഒരു മാർക്കിന്റെ ഒരുപാട് മോന്റെ ഹാർഡ് വർക്ക്, മോന്റെ കൺസിസ്റ്റൻസി എല്ലാത്തിന്റെയും കൂടെ ഇവിടെ ഉള്ളവരുടെ സപ്പോർട്ടും കൂടി ആയപ്പോഴത്തേക്കും ഓക്കെ, ഈ മാർക്ക് സെറ്റ്. ഇനിയിപ്പോ ജെ അഡ്വാൻസിന്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ? നന്നായിട്ട് തന്നെ പോകുന്നു. അപ്പൊ ജെ അഡ്വാൻസിന്റെ ഞങ്ങൾക്ക് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കിട്ടിയല്ലേ? കിട്ടും. യെസ്, ആ വിശ്വാസം, ആ ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആൻഡ് ഓക്കെ, അപ്പോ ഇനി ജെയുടെ രണ്ടാമത്തെ സെഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് അല്ലേ? അവരുടെ അടുത്ത് മോന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താ ഫൈനലായിട്ട് അവർക്കുള്ള മെസ്സേജ് എന്താ പറയാനുള്ളത്? അവർക്ക് വേണ്ടിയിട്ട് അവര് ടൈം മാനേജ്മെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ എക്സാമിന് മുന്നേ ബാക്കി വേറെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഒഴിവാക്കുക, ഇത്തിരി പോസിറ്റീവായി നിൽക്കുക. പിന്നെ ഇപ്പോൾ ഈ 3 മാസത്തിൽ ചെയ്യാനുള്ളത് വേഗം റിവിഷൻ ചെയ്യുക, മോക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതൊക്കെ തന്നെ. പിന്നെ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇത് നോക്കാനൊന്നും പോയിരുന്നു, പേടിക്കല്ലേ? ജസ്റ്റ് ആ എഴുതിയതിനെ വിശ്വസിച്ച് ബാക്കി നമുക്ക് കീ വന്നിട്ടും ബാക്കി എല്ലാം അപ്പോഴത്തേക്ക് നോക്കാന്നുള്ളത് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ പെട്ടെന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത പാനിക് ആവും. എന്തിനാ വെറുതെ ടെൻഷൻ വലിച്ച് മാർക്ക് വരട്ടെ എന്നത്. ആ എക്സാം കഴിയുമ്പോഴത്തേക്കും ലെറ്റ് ഇറ്റ് ബി, ആ ഒരു ഇതിലങ്ങ് പോട്ടെ എന്ന് വെക്കുക അല്ലേ? യെസ്, അത് ആദ്യം തന്ന വരുണ്ട ഒരു ഉപദേശമായിരുന്നു, അതും മറക്കരുത്. ആൻഡ് താങ്ക് യു സോ മച്ച് വരുൺ ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. ഇനിയും ഇതുപോലെ നല്ല സ്കോറും മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ഞങ്ങൾ ബ്രില്യൻറ്റ് ഇപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും ജേർണി കിടക്കുകയാണ്. ഞങ്ങളൊപ്പം കൂടെയുണ്ട് ബാക്കി എല്ലാ ജേർണിയിലും. എല്ലാവിധ ആശംസകളും. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. യെസ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.